അപ്പോൾ ഇനി പറയാനുള്ളത് എയർ ട്രാഫിക് കൺട്രോളർ 2026ന്റെ എക്സാമിനെ പറ്റിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിനെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ നമ്മുടെ ചാനലിലുള്ള പല വീഡിയോസും കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഡിഗ്രി യോഗ്യതയുള്ള, അതും പ്രത്യേകിച്ച് BSc ഡിഗ്രിയോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ കഴിഞ്ഞവർക്ക് വളരെ ഉയർന്ന ശമ്പളത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു ജോലി കിട്ടാൻ പറ്റുന്ന പോസ്റ്റാണ് എയർ ട്രാഫിക് കൺട്രോളർ അല്ലെങ്കിൽ ATC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി നമ്മൾ പറയുമ്പോഴും പലർക്കും ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ഒരു പോസ്റ്റ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയല്ലേ, നമുക്ക് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി ടെൻഷൻ വരുന്ന, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ജോലിയല്ലേ എന്നുള്ള രീതിയിൽ പല ഡൗട്ട്സും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എയർ ട്രാഫിക് കൺട്രോളർ കരിയറിനെ പറ്റിയിട്ടുള്ള എല്ലാ മിത്സും അതിന് ശേഷം വരുന്ന റിയാലിറ്റിയും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിത്ത് അല്ലെങ്കിൽ പലരുടെയും സംശയം എന്ന് പറയുന്നത് ATCയുടേത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചോദ്യം വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും വിചാരിച്ചിരിക്കുന്നത് 24 മണിക്കൂറും ദിവസത്തിൽ 24/7 എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതായത് എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വർക്ക് ലോഡ് ഉണ്ടായിരിക്കും, പിന്നെ എപ്പോഴും ഭയങ്കര പാനിക്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടെൻഷനോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഈ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളുടെ മനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും, മാനസിക സമ്മർദ്ദം വളരെ ഉയർന്നതായിരിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ആണ് ഈ ATCയുടെ ജോബ് സ്ട്രെസ്ഫുൾ ആണോ എന്നുള്ളത് പലർക്കും ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ബേസിക്കലി ഒരു ATCയുടെ ജോലി എന്ന് പറയുന്നതാണ്. ATC ആക്ച്വലി ചെയ്യുന്ന ജോലി എന്താണ്? നമ്മുടെ നഗരങ്ങളിൽ നമ്മുടെ ട്രാഫിക് പോലീസ് ട്രാഫിക് നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ വായുവിലൂടെയുള്ള എയർ സ്പേസിലുള്ള എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നതാണ് ഒരു ATCയുടെ ബേസിക് ആയിട്ടുള്ള ജോലി. അപ്പോൾ 2 എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ റൺവേയിലൂടെയുള്ള എയർ പ്ലെയിൻസിൻ്റെയൊക്കെ ട്രാഫിക്, അതിപ്പോൾ ടേക്ക് ഓഫ് ആയിക്കോട്ടെ ലാൻഡിങ് ആയിക്കോട്ടെ, അതൊക്കെ സ്മൂത്ത് ആയിട്ട് നടത്തണം. പിന്നെ പൈലറ്റ്സുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി സേഫ്റ്റി മെഷേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ATC ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ATCയുടെ ജോലി ഇത്രയധികം സ്ട്രെസ്ഫുൾ ആണ് എന്ന് പറയുന്നത്? അതിനുള്ള ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ജോലിയുടെ ഒരു ക്രൂഷ്യാലിറ്റി തന്നെയാണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് അല്ലേ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ തീരുമാനം ബേസ്ഡ് ആയിട്ടാണ് ഒത്തിരി ആൾക്കാരുടെ ലൈഫ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഉയർന്ന റെസ്പോൺസിബിലിറ്റിയാണ് വരുന്നത്. നിങ്ങൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം, എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം അല്ലേ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പല ഷിഫ്റ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ്. അലേർട്ടായിട്ടിരിക്കണം, റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, നിങ്ങളുടെ ഡിസിഷൻ ബേസ്ഡ് ആയിട്ടാണ് ഒത്തിരി ആൾക്കാരുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണോ? നിങ്ങളിപ്പോൾ ഒരു ATC ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റിലൂടെ ആയിരിക്കുമോ കടന്നു പോയിക്കൊണ്ടിരിക്കുക? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് ഡെഫിനറ്റ്ലി അല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഡെഫിനറ്റ്ലി ഇതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. പക്ഷേ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം സ്ട്രെസ് എടുക്കേണ്ട ഒരു ജോലിയാണ് ഇവിടെ ATCയുടേത് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിചാരിക്കുന്നത് പോലെ നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല നമ്മൾ ATCയുടെ കമാൻഡ്സ് കൊടുക്കുന്നത്. ATCകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള SOP ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് ATCകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, വേറൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നതിൻ്റെ എല്ലാ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ATCകളെല്ലാം തന്നെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ച് അവിടെ ഒരു വലിയ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ല കൂടുതലും വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ സ്റ്റാൻഡേർഡ്
ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അത് പൈലറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഡെഫിനറ്റ്ലി തിരക്കുള്ള സമയത്ത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകും എന്നുള്ള കാര്യം കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ അതിന് പ്രൊഫഷണലി ട്രെയിൻഡ് ആണ്. ആൻഡ് ഇതൊരു ക്യായോസ് അല്ല, അതായത് മൊത്തത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കലങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ല ഇത്. പകരം ഇത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ ഇനി ATCകൾ എങ്ങനെയാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുക എന്ന് കൂടെ നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ടീം ബേസ്ഡ് ആയിട്ടാണ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ടവറിൽ ഒരു ATC ഇരുന്ന് ആ ഒരു എൻറ്റയർ ഡ്യൂട്ടി ATCനെ ഏൽപ്പിച്ച് അങ്ങനെ പോകുന്ന രീതിയല്ല. പകരം നിങ്ങൾ ടീംസിൽ ആയിട്ടായിരിക്കും ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ജോലി എപ്പോഴും വരുന്നത് ഷിഫ്റ്റുകളിലാണ്. ഷിഫ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ATCകൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റുകളിലാണ്. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയുടെ നൈറ്റ് ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഷിഫ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 hours മാത്രമാണ്. നിങ്ങൾ മോർണിംഗ് ഷിഫ്റ്റിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം വരിക. ഇനി ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 7:30 വരെ. ഇനി നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ വൈകുന്നേരം 7:30 മുതൽ പിറ്റേ ദിവസം രാവിലെ 7:30 വരെ. ആ 12 hours എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാച്ചസ് ആയിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്ന സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ മറ്റേയാൾ അവിടെ റെസ്റ്റ് എടുക്കും, അയാൾ തിരിച്ചു വരുമ്പോൾ ഇയാൾ റെസ്റ്റ് എടുക്കും. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരാൾക്കൊരു ചാൻസ് അടുത്ത ചാൻസ് എന്ന് പറയുന്ന ഒരു ഫെയർ ആയിട്ടുള്ള ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടാണ് ATCകൾ ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ATCകൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും, അതായത് വിത്തിൻ ഷിഫ്റ്റ് അവരുടെ ആക്റ്റീവ് ചാനൽ ഡ്യൂട്ടിയുടെ ഇടയ്ക്കും അവർക്ക് ലോങ് ബ്രേക്സ് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടിയുണ്ട്. ഇപ്പോൾ 1.5 hours അല്ലെങ്കിൽ 2 hours നിങ്ങൾ ചാനൽ ഡ്യൂട്ടി, അതായത് നിങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 to 45 minutes നിങ്ങൾ മസ്റ്റായിട്ടും ബ്രേക്ക് എടുത്തിരിക്കണം. കാരണം അപ്പോഴേക്കും നിങ്ങൾ ഡെഫിനറ്റ്ലി മെൻ്റലി വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ടയേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റെസ്റ്റും റിഫ്രഷ്മെൻറ്റും നിങ്ങൾ എടുത്തതിന് ശേഷം മാത്രമാണ് അടുത്ത ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൽഗോരിതംസും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. ആൻഡ് എന്ത് സിറ്റുവേഷൻ വന്നാലും അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ റൂൾസ് അടക്കം നിങ്ങൾ ട്രെയിൻഡ് ആണ് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങളിത് പഠിക്കുന്നതായത് കാരണം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങൾ അറിയാത്ത അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം അവിടെ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ ATCകൾക്ക് റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇവാലുവേഷൻസ് ഉണ്ടാകും. നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെക്കാനിസംസ്, കൗണ്ടർ മെക്കാനിസംസ് ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. സോ പീരിയോഡിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചെക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഇതിനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ PPT ഉണ്ടാക്കേണ്ടതായിട്ടോ ടാർഗറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കോൾസോ മീറ്റിംഗ്സോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ആ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ ഇരിക്കുന്ന 6 മണിക്കൂർ മാത്രമാണ്. സോ അതിന് ശേഷവും അതിന് മുൻപും നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്? ഷിഫ്റ്റ് ഡ്യൂട്ടിനെ പറ്റി ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഷിഫ്റ്റ് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ മാത്രം നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നുള്ളതാണ്. 7:30 to 1:30 ആണ് നിങ്ങളുടെ ടൈമെങ്കിൽ ആ 7:30 വരെയും 1:30ക്ക് ശേഷം നെക്സ്റ്റ് ഡേയിൽ നിങ്ങളുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആർക്കും ആൻസറബിൾ അല്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആണ്. സോ ഈ ടൈമിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സൈൻ ഔട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഓവർ ടൈം പേയോ ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഇത് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷർ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓവർ ടൈം പ്രഷർ ഉണ്ടാവില്ല. നിങ്ങളുടെ ഷിഫ്റ്റ് എൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഡ്യൂട്ടിയും അവിടെ എൻഡ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് അവിടെ യാതൊരു റോളും ഇല്ല. അടുത്ത ദിവസം തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇനി ഷിഫ്റ്റുകളുടെ ഇടയിൽ തന്നെ ധാരാളം റെസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ ദിവസം ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ
അടുത്ത ദിവസം അത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആകും. പിന്നത്തെ ദിവസം നൈറ്റ് ഷിഫ്റ്റ് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരും. അതായത് ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് എൻഡ് ചെയ്യുന്നത് 7:30 മോർണിംഗ് ആണെങ്കിൽ ആ ഹോൾ ഡേ നൈറ്റ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഷിഫ്റ്റുകളുടെ ഇടയിലും നിങ്ങൾക്ക് എൻഷുർഡ് ആയിട്ടുള്ള റെസ്റ്റുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കില്ല. സോ ക്ലിയർലി ഒരു വർക്ക് ലൈഫ് സെപ്പറേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും അധികം സാലറി തരുന്ന ഒരു ജോലിയാണ് അല്ലേ. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 70,000, നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ 65,000ൻ്റെ അടുത്ത് ഇൻഹാൻസ് സാലറി കിട്ടും. പിന്നെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി ട്രെയിനിങ് കഴിഞ്ഞ് കയറുമ്പോഴേക്കും 90,000ൻ്റെ അടുത്ത് വരും. 1 ഇയർ കൊണ്ട് തന്നെ 1 lakhൻ്റെ എബവ് പോവും. അത് മാത്രമല്ല സ്ട്രെസ് അലവൻസ് വേറെ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളെല്ലാം വരുന്നുണ്ട്. HRA, DAT അതെല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ PSU അലവൻസ് വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഭയങ്കര അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. പക്ഷേ അതൊരു വെൽ കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള ജോലി തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ATCs പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവർ പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾക്ക് ആ ട്രെയിനിങ് നിങ്ങളുടെ ATC ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ലഭിക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഈ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങും ലഭിക്കുന്നത് കൊണ്ട് ഇത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇനി പറയാനുള്ളത് എയർ ട്രാഫിക് കൺട്രോളർ 2026ൻ്റെ എക്സാമിനെ പറ്റിയിട്ടാണ്. ഈ വരുന്ന മാർച്ചിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 1.5 months കൊണ്ട് തന്നെ നമ്മുടെ എക്സാം വരുന്നത് കൊണ്ട് നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ക്വിസസ്, മോക്ക് ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ്, സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ? അപ്പോൾ ATCയുടെ ജോബ് സ്ട്രെസ്ഫുൾ ആണ് എന്ന് വിചാരിച്ച് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ വന്നാൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ടോപ്പിക്സ് ആണ് ഇനിയും അറിയേണ്ടത് എന്നുള്ള നിങ്ങളുടെ സജഷൻസും കോമൻസിലൂടെ തന്നെ എഴുതി അറിയിക്കും. ഓക്കെ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.